ഉത്തർപ്രദേശിലെ മുഹമ്മദ് ഹഖ്ലാഖ്, രാജസ്ഥാനിലെ പെഹ്ലുഖാൻ, തബ്രീസ് അൻസാരി, ജുനൈദ്, അങ്ങനെ ഒരുപാട് പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവരാരും നമ്മൾ തമാശയ്ക്ക് പറയുന്ന പോലെ ഓട്ടോ ഇടിച്ച് മരിച്ചതല്ല. സംഘപരിവാറും അനുബന്ധ സംഘടനകളും മോബ് ലിഞ്ചിങ് നടത്തിയിട്ട് കൊന്നതാണ്, തെരുവിലിട്ട് കൊന്നതാണ്. നരേന്ദ്രമോദിയെ ഇന്ത്യയിലെ ഒരു മുസ്ലിം മതസംഘടനാ നേതാവ് സന്ദർശിക്കുന്നു. അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നു. അപ്പോൾ അവിടെ സുരക്ഷിതരാണോ എന്ന ചോദ്യം ഉയരുന്നു. സ്വാഭാവികമായിട്ടും അല്ല എന്ന ഉത്തരമാണ് പൊതുവായിട്ട് വരിക. ഒരു വൺ വേർഡ് ആൻസർ പറഞ്ഞാൽ അല്ല എന്നാണ്. അതായത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അവശതകളുണ്ടെങ്കിൽ, ഭീഷണികളുണ്ടെങ്കിൽ അത് രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുസ്ലിങ്ങൾ അധിനിവേശം നടത്തി. ഇനി ഭാവി ഇതൊരു മുസ്ലിം രാജ്യമാകും. പ്രധാനമന്ത്രി സംഘപരിവാറിൻ്റെ ആളാണ് എന്ന് കരുതി പ്രധാനമന്ത്രിയോട് പറയേണ്ടത് വേറൊരാളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഉത്തർപ്രദേശിലെ മുഹമ്മദ് ഹഖ്ലാഖ്, രാജസ്ഥാനിലെ പെഹ്ലുഖാൻ, തബ്രീസ് അൻസാരി, ജുനൈദ്, അങ്ങനെ ഒരുപാട് പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവരാരും നമ്മൾ തമാശയ്ക്ക് പറയുന്ന പോലെ ഓട്ടോ ഇടിച്ച് മരിച്ചതല്ല. എങ്ങനെ മരണപ്പെട്ടതാണ്? ഈ ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘപരിവാറും അനുബന്ധ സംഘടനകളും മോബ് ലിഞ്ചിങ് നടത്തിയിട്ട് കൊന്നതാണ്, തെരുവിലിട്ട് കൊന്നതാണ്. അതിൽ ചിലവർ ട്രെയിനിൽ വെച്ചിട്ട് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അഖ്ലാഖ് മരിച്ചത് ബീഫ് കഴിച്ചു എന്നാരോപിച്ചിട്ടാണ്. പക്ഷെ പിന്നെ അത് ടെസ്റ്റ് റിസൾട്ടൊക്കെ വന്നപ്പോൾ അത് ബീഫൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നൂറുകണക്കിന് മനുഷ്യർ ഇങ്ങനെ കൊല ചെയ്യപ്പെടുകയാണ്. ഒറ്റ റീസണുള്ളൂ, അവരുടെ പേര് മുസ്ലിം നാമമാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ പിന്നോക്ക ദളിത് സമൂഹത്തിൽപ്പെട്ട ആളുകളായിരിക്കണം. ഇങ്ങനൊരു കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ഭാരതത്തിലെന്നാണ് അവർ പറയുന്നത്, ഭാരതത്തിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണ്? നമ്മൾ ചർച്ച കാന്തപുരം ഉസ്താദിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. എനിക്കതിന് വളരെ തുറന്ന മനസ്സോടെ, അതുപോലെ തന്നെ മുൻവിധികളില്ലാതെയാണ് ഞാൻ ഈ വിഷയത്തെ സമീപിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കി ഇതൊക്കെ ഹെയ്റ്റാണ്. ഇപ്പോൾ പറഞ്ഞതൊക്കെ ഹെയ്റ്റിൻ്റെ ഭാഗമായിട്ട്, അതായത് കാലങ്ങളായിട്ട് സംഘപരിവാർ ഈ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച ഹെയ്റ്റിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ച സംഗതികളാണ്. ഈ ഹെയ്റ്റിനെ എങ്ങനെ നേരിടണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഈ ഹെയ്റ്റിനെ ഹെയ്റ്റ് കൊണ്ട് തന്നെയാണോ നേരിടേണ്ടത്? അത് എത്രത്തോളം ഫലവത്താകും? അതായത് ഞാൻ ഈ റിയാലിറ്റിയിൽ മാത്രം നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതായത് കാൽപ്പനികതകളില്ല, പിന്നെ വൈകാരികതകളില്ല. ഈ വൈകാരികതകളൊക്കെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു തുറന്ന മനസ്സോടെയുള്ള സമീപനം ഈ വിഷയത്തിൽ വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ ഹെയ്റ്റിനെതിരെ ഇപ്പോൾ ഞാൻ ഫുക്ക എന്ന പേരിൽ ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട്. ആ നോവലിൻ്റെ പ്രമേയം തന്നെ പശുരാഷ്ട്രീയമാണ്. അതായത് പശുവിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട മനുഷ്യരെക്കുറിച്ചാണ് അതിനകത്ത് കൂടുതലായിട്ടും പരാമർശിക്കുന്നത്. അതിനകത്ത് തന്നെ അതിൻ്റെ ഒരു അവസാനം ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രതിരോധം വരുന്നതാണ്. അപ്പോൾ ഈ വെറുപ്പിനെ വെറുപ്പ് കൊണ്ട് നേരിടാനാവില്ല എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ പാഠം എന്ന് പറയുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്നതും അതുതന്നെയാണ്. അതായത് ഈ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ ഞാനൊരു സ്നേഹത്തിൻ്റെ കട തുറക്കുന്നു എന്നാണ്. ഇവിടെ കാന്തപുരം ഉസ്താദിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് രാജ്യത്ത് മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നു. അപ്പോൾ അവിടെ സുരക്ഷിതരാണോ എന്ന ചോദ്യം ഉയരുന്നു. സ്വാഭാവികമായിട്ടും അല്ല എന്ന ഉത്തരമാണ് പൊതുവായിട്ട് വരിക. ഒരു വൺ വേർഡ് ആൻസർ പറഞ്ഞാൽ അല്ല എന്നാണ്. പക്ഷേ അവിടെ കുറച്ചുകൂടെ വിശാലാർത്ഥത്തിൽ ഞാനിതിനെ സമീപിക്കുകയാണ്. അത് ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്? ഒന്നാമത്തേത് പ്രധാനമന്ത്രിയെ കണ്ട് ഇറങ്ങിയ ശേഷമാണ്. ഇതിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നരേന്ദ്രമോദിയെ ഇന്ത്യയിലെ ഒരു മുസ്ലിം മതസംഘടനാ നേതാവ് സന്ദർശിക്കുന്നു. എന്നിട്ട് അദ്ദേഹം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ മുമ്പും സന്ദർശിച്ചിട്ടുണ്ട്. മുമ്പും പല പ്രധാനമന്ത്രിമാരെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കും. ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഭരണഘടനാ അസംബ്ലിയിലൊക്കെ പിന്നെ കായികമില്ലത്ത് പറയുന്നുണ്ട്, പണ്ട് ഈ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോഴാണ് ഭൂരിപക്ഷത്തിന് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാവുന്നത് പോലും എന്ന് പറയുന്നുണ്ട്.
ഭരണഘടനാ അസംബ്ലിയിലെ ഡിബേറ്റുകളെക്കുറിച്ച്. അപ്പോൾ ഇത് അവതരിപ്പിക്കാൻ ഒരാളുണ്ടാകുന്നു എന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള സംഗതിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒന്ന്. രണ്ടാമത്തേത് ഈ അല്ല അതില് വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളത്. ഇപ്പോൾ നിരന്തരം ഇപ്പോൾ ഈവൻ ലീഗിൻ്റെ പിമാരായാലും ഒക്കെ ലോക്സഭയിലും രാജ്യസഭയിലും പാർലമെൻറ്റിൻ്റെ അകത്തൊക്കെ ഇത് ഉന്നയിക്കുന്നുണ്ട്. യെസ്. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ ആയിട്ട് പോയി കണ്ട് ഉന്നയിച്ചാൽ എന്താണ് അതിലൊരു മാറ്റം കാണുന്നത്? അല്ല, ഈ ഈ സന്ദർശനം അദ്ദേഹം നടത്തുന്നത് കേരള യാത്രയുമായി ബന്ധപ്പെട്ട എന്ത് കോണ്ടസ്റ്റിലാണത്? കേരള യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ലഭിച്ച നിവേദനങ്ങളും നിർദ്ദേശങ്ങളുണ്ട്. അത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് മുമ്പാകെ അവതരിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് കാന്തപുരം പ്രധാനമന്ത്രിയെ കണ്ടത് എന്നാണ് പറയുന്നത്. അവിടെ തന്നെ ഇപ്പോൾ ഈ ചർച്ചകളൊന്നും വരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഷെയ്ഖ് അബൂബക്കർ എന്ന് പറയുന്ന കാന്തപുരം ഉസ്താദിൻ്റെ പേജിൽ, സോഷ്യൽ മീഡിയ പേജിൽ എന്തിനാണ് കണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാനത് വായിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്തത്, ഇതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ഞാൻ ഇട്ടത്. അതിൽ പിന്നെ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഉന്നയിച്ച വിഷയങ്ങൾ. അല്ല, താങ്കൾക്ക് പല പട്ടങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. മുജാഹിദ് കിട്ടിയിട്ടുണ്ട്, സ്വഹാബി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കാന്തപുരം സുഹാബി. കാന്തപുരം എന്താണ് അനുയായി എന്നുള്ള ഒരു പട്ടം അല്ല, കൂടി കിട്ടിയിട്ടില്ലേ? കാന്തപുരത്തോട് എനിക്ക് പ്രത്യേകിച്ച് വിധേയത്വമോ വിരോധമോ ഇല്ല. മമതയോ വിദ്വേഷമോ ഇല്ല. മമതയോ വിദ്വേഷമോ ഇല്ല, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ വിഷയങ്ങളെ സമീപിക്കുന്ന രീതി വളരെ പ്രധാനമാണ്. ഇവിടെ പിന്നെ കേരള യാത്രക്കിടെ ഉയർന്നു വന്ന ആവശ്യങ്ങളാണ് അദ്ദേഹം പ്രധാനമായിട്ടും ഉന്നയിച്ചത്. അത് കൃത്യമായി പത്രങ്ങൾക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയ പേജിൽ എഴുതിയിട്ടുണ്ട്. എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന വികസനം വരണം, അതാണൊരു ആവശ്യം. സാമ്പത്തിക മുന്നേറ്റത്തിനൊപ്പം സന്തോഷ സൂചികക്കും മാനവ വികസനത്തിനും പരിഗണന നൽകണം. വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. അതായത് രാജ്യത്തിൻ്റെ ഹാപ്പിനെസ്, സന്തോഷ സൂചിക എന്നുള്ളത് എല്ലാ വർഷവും രേഖപ്പെടുത്തപ്പെടുന്ന ഒരു സംഗതി കൂടി. ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യ എവിടെയോ ആണ്. അപ്പോൾ അവിടെ അത് പ്രാധാന്യം നൽകണം. പിന്നെ ജനസംഖ്യാനുപാതികവും പ്രാദേശിക സന്തുലിതവുമായി വിഭവങ്ങൾ ലഭ്യമാക്കണം. രാജ്യത്തിൻ്റെ വിഭവ വിതരണം തുല്യതയിലായിരിക്കണം, Equal ആയിട്ട് എല്ലാവർക്കും ഈക്വലായിരിക്കണം. പിന്നെ വഖഫ്, SIR പോലെയുള്ള വിഷയങ്ങളിലെ ആശങ്കകൾ അദ്ദേഹം അവതരിപ്പിച്ചു. പിന്നെ പുരാതന മസ്ജിദുകളും ഇസ്ലാമിക പൈതൃക സ്മാരകങ്ങളും സംരക്ഷിക്കണം. ഒരു മുസ്ലിം നേതാവ് മോദിയോട് പറയാണ്. പിന്നെ മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികൾ പുനഃസ്ഥാപിക്കണം. ഇപ്പോൾ മോദി ഗവൺമെൻറ് ഇല്ലാതാക്കിയ സ്കോളർഷിപ്പുകൾ, ഇത് പാർലമെൻറ്റിൽ സ്ഥിരമായിട്ട് മുസ്ലിം ലീഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന. ഇപ്പോൾ ഈ നമ്മളെ വഹാബ് സാഹിബ് കഴിഞ്ഞ സ്പീച്ചിൽ വരെ അത് പറഞ്ഞു. അതെ. ബറേലി പിന്നെ സംഭവം, അതിലുൾപ്പെടുന്ന നിരപരാധികൾക്ക് നീതി ലഭ്യമാവണം. അപ്പോൾ ബറേലി സംഭവം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത് നടന്നതാണ്. അതായത് സ്വകാര്യ സ്ഥലത്ത് നിസ്കരിച്ച കുറച്ച് ആളുകളെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ട വിഷയം. അപ്പോൾ അതിൽ നീതി ലഭിക്കണം. മുബാറക്പൂർ ജാമിയ അഷ്റഫിയ മുതൽ ഉത്തരേന്ത്യയിലെ ഇസ്ലാമിക് സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കണം. സൗത്ത് ഇന്ത്യയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് ട്രെയിൻ സർവീസ് വേണം. അലിഗഡ് സർവകലാശാലയിലെ മലപ്പുറം സെൻറ്റർ, അത് പിന്നെ അഹമ്മദ് സാഹിബ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്നാണ്. അത് ദുർബലമായി അതിൻ്റെ വികസനം. അതുപോലെ തന്നെ രാജ്യത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുമായി കേന്ദ്ര സർക്കാർ കൂടുതൽ പിന്നെ ബന്ധപ്പെടേണ്ടതിൻ്റെ, അടുത്ത് ഇടപഴകേണ്ടതിൻ്റെ ആവശ്യകത, ഇതൊക്കെയാണ് ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും വന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുന്ന സമയത്താണ് ചോദ്യം വരികയാണ്, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ്? അവിടെ പിന്നെ കാന്തപുരം പറയുന്ന മറുപടി അല്ല എന്നാണെങ്കിൽ, അത് ഇന്ത്യയിലെ ഒരു മുസ്ലിം പണ്ഡിതൻ്റെ, ഇപ്പോൾ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പ്രധാനമന്ത്രി പ്രത്യേകിച്ചും അദ്ദേഹം നമ്മളെന്തൊക്കെ പറഞ്ഞാലും പിന്നെ ഈ നിമിഷപ്രിയ പോലെയുള്ള കേസുകളിൽ ഇടപെട്ട് ആഗോള ശ്രദ്ധ നേടിയൊരു പണ്ഡിതനാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് രാജ്യത്തിനെതിരായി ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് തീർച്ചയായിട്ടും ആഗോള ശ്രദ്ധ നേടുന്നൊരു സംഭവമായിട്ട് മാറും. അവിടെ പ്രധാനമന്ത്രിയെ കൊണ്ടുവരുന്ന ഒരാൾ പറയുന്ന ഒരു ഡയലോഗാണ് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഉള്ളിലൊരു അരക്ഷിത ബോധമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ആ അരക്ഷിത ബോധം എന്ന് പറയുന്നത് സംഘപരിവാർ നൂറ്റാണ്ട് കാലമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അവിടെ സംഘപരിവാർ മുന്നോട്ട് വെക്കുന്നത് വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ്. അത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ, അത് മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനികളും പിന്നെ ദളിതുകളൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഈ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ഈ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു, അരികുവൽക്കരിക്കപ്പെടുന്നു. നിയമപരമായ പരിരക്ഷ ഭരണഘടന നൽകുന്നുണ്ടെങ്കിൽ പോലും അതിനെ മറികടന്നുകൊണ്ട് ഭരണകൂടം ഇടപെടലുകൾ നടത്തുന്നു എന്നതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്.
പക്ഷെ അതിനെ എതിരിടേണ്ടത് ഏത് രീതിയിലാണ് എന്ന ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. അവിടെയാണ് കാന്തപുരത്തിൻ്റെ ഈ ഇടപെടലിൻ്റെ ഒരു പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കാന്തപുരം പലരുടെയും കമൻറ്റുകളും സ്റ്റേറ്റ്മെൻറ്റുകളും നമ്മൾ കണ്ടു. കാന്തപുരം എന്തുകൊണ്ട് ഈ സംഗതികളൊന്നും പറഞ്ഞില്ല, ഇത് പറയേണ്ട ആളല്ലേ. പക്ഷേ ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഇപ്പോൾ കോഴിക്കോട്ടങ്ങാടിയിൽ മുതലക്കുളം മൈതാനിയിൽ നിന്നുകൊണ്ട് പറയുന്നത് പോലെയല്ല രാജ്യതലസ്ഥാനത്ത് പ്രധാനമന്ത്രിയെ കണ്ടിറങ്ങുന്ന ഒരാൾ പറയേണ്ടത്. അതാണതിൽ കാന്തപുരത്തിൻ്റെ ഒരു ഒരു ഹിക്മത്ത് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നതാണ്. പിന്നെ അവർക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് പണ്ടേ ഉണ്ട്. അത് വേറൊരു സൈഡിൽ നമ്മൾ പറയേണ്ടതാണ്. ഇപ്പോൾ ഈ കേരള യാത്ര എന്ന് പറഞ്ഞപ്പോൾ തന്നെ കേരള യാത്രയിൽ ഓരോ ജില്ലയിലെത്തുമ്പോഴും ഈ കുറേ കാര്യങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതെ ഇപ്പോൾ ജില്ലാ വിഭജനം. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ എന്താണ് ഹെയ്റ്റ് കിട്ടിയത് സംഘപരിവാർ ആക്രമിച്ചത് കാന്തപുരം ഉസ്താദിനായിരുന്നു. ശശികലയൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ, അതെ. അവരൊക്കെ എന്നിട്ട് ഇപ്പോൾ എന്ത് പറയുന്നു എന്നുള്ളത് നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. അതെ, ഇവിടെ വളരെ ഈവൻ കേരളത്തിൽ വരെ എന്ത് ചെയ്തു നമ്മൾ ഇന്ത്യയിൽ എവിടെയും ഇന്ത്യയിൽ നോർത്തും സൗത്തും നോക്കുമ്പോൾ സൗത്തിൽ മുസ്ലിങ്ങൾ താരതമ്യേന സുരക്ഷിതരാണ്. ഇതുവരെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലായാലും കർണാടകയിൽ BJPയുടെ കടന്നുകയറ്റത്തിന് ശേഷം ഒറ്റപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ കേരളത്തിൽ പോലും അതിൻ്റെ ഒരു ചിത്രം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് AP ഉസ്താദ് വരെ അനുഭവിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ജില്ലാ വിഭജനം വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തെല്ലാം കോലാഹലങ്ങളാണ് സംഘപരിവാർ ഇവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. അതായത് ഇത് സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷേ എന്താണ് അതിൻ്റെ പരിഹാരം? ആ പരിഹാരത്തിൽ നിരാശാവാദം ഒരു പരിഹാരമേ അല്ല, അത് പ്രതീക്ഷാവാദമാണ് പരിഹാരം. പോസിറ്റിവിറ്റിയാണ് പരിഹാരം. സ്നേഹം കൊണ്ട് അല്ലാതെ, സഹകരണം കൊണ്ടല്ലാതെ ഇതിനെ ഈ ഹെയ്റ്റിനെ മറികടക്കാനാവില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അരക്ഷിതരാണോ എന്ന പ്രശ്നം, അത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. മുസ്ലിങ്ങൾ അരക്ഷിതരാണെങ്കിൽ, മുസ്ലിങ്ങൾക്ക് പിന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ദേശീയ പ്രശ്നമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, അതും ഖായിദ മില്ലത്തിൻ്റെ വാക്കാണ്. അതായത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അവശതകളുണ്ടെങ്കിൽ, പിന്നെ ഭീഷണികളുണ്ടെങ്കിൽ അത് രാജ്യത്തിൻ്റെ പ്രശ്നമാണ്, നാഷണൽ ഇഷ്യൂ ആണ്. അത് തുടക്കത്തിൽ ഒരു പക്ഷേ മുസ്ലിം പ്രശ്നമായിരിക്കാം. ഈ ഹേറ്റ് ക്യാമ്പയിൻ, അതുപോലെ തന്നെ മോബ് ലിഞ്ചിങ്, ഇതൊക്കെ തുടക്കത്തിൽ നമുക്കൊരു മുസ്ലിം പ്രശ്നമായിട്ടാണ് തോന്നുക. പക്ഷേ ഇത് രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. രാജ്യമാണ് നാണക്കേടിലാവുന്നത്. ഇതിൻ്റെ ഭാവിയിൽ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ, ഇപ്പോൾ വംശഹത്യാ ഭീഷണി, ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകൾ അനുഭവിക്കാൻ പോകുന്നത് ന്യൂനപക്ഷം മാത്രമാണ് എന്നൊരു തെറ്റിദ്ധാരണ ഇവിടുത്തെ പലർക്കുണ്ട്. പക്ഷേ ഇതിൻ്റെ വേറൊരു വശം എന്താ വെച്ചാൽ, ഈ ഫോട്ടോ നല്ല മനോഹരമായ ഫോട്ടോ ആണത്. അത് വ്യാപകമായി നോർത്തിലൊക്കെ ഇനിയിപ്പോൾ ഇവർ പ്രചരിപ്പിക്കും. കാരണം ഇതാണ് കേരളത്തിലെ ഒരു മുഖ്യധാര പണ്ഡിതൻ ഞങ്ങളോടൊപ്പമാണ്. ഇവിടെ മുസ്ലിങ്ങൾക്കൊരു പ്രശ്നമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അതിപ്പോൾ എല്ലാ ലാംഗ്വേജിലും അത് എല്ലാവർക്കും അവർക്കൊരു പോയിട്ടുണ്ടോ? പ്രതിരോധത്തിൻ്റെ കാര്യം കൂടെ ആവും. അതായത് മുസ്ലിം പണ്ഡിതന്മാർ ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നു, ഏത് കേരളത്തിലെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരായിരിക്കണം എന്നവർ ആഗ്രഹിക്കുന്നു എന്നതൊരു പോസിറ്റീവ് സൈനാണ്. ഇവിടെ ഞാൻ പറയുന്നത് പിന്നെ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് 962 ഓഗസ്റ്റ് 22 പിന്നെ അശോക് മേത്ത കമ്മീഷന് മുമ്പാകെ ഹാജരാകുന്ന രംഗമുണ്ട്. അതായത് ഇന്ത്യയിലെ ദേശീയോദ്ഗ്രഥന സമിതിയുടെ മുമ്പിൽ അവിടെ അശോക് മേത്ത ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിലൊരു ചോദ്യം, രാജ്യം ഭാവിയിൽ ഹിന്ദു രാജ്യമായാൽ, വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. 962 ഈ ചോദ്യം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. രാജ്യം ഒരു ഹിന്ദു രാജ്യമായാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ് മുസ്ലിം ലീഗിൻ്റെ നേതാവിനോട് ചോദിക്കുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ മറുപടി, ഇത് പിന്നെ ഏത് രാജ്യമായാലും അന്നും ഞങ്ങൾ, അതായത് ഈ ഭൂരിപക്ഷത്തിന് മുമ്പിൽ, ഹിന്ദു രാജ്യമാണെങ്കിൽ ഹിന്ദു ഭരണാധികാരികൾക്ക് മുമ്പിൽ ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, അതിനാണ് ലീഗ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം പരിഗണിക്കപ്പെടുക, മുഖ്യധാരയുടെ ഭാഗമാവുക, അതായത് ഞങ്ങളും ഈ രാജ്യത്തെ അന്തസ്സുള്ള പൗരന്മാരാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ല, അത് എന്നുള്ളതാണ്. ഉസ്താദിന് പറ്റുന്നത് ഈ പ്രിവിലേജുള്ള കേരളത്തിൽ നിന്നാണ്. വേറെ ഉത്തർപ്രദേശിലോ രാജസ്ഥാനിലോ മറ്റേത് നോർത്തേൺ സ്റ്റേറ്റിൽ നിന്ന് അവിടുത്തെ മുസ്ലിങ്ങൾക്ക് അങ്ങനെ പറയാനുള്ളൊരു പ്രിവിലേജ് ഇവിടെ ഈ കിട്ടുന്നില്ല എന്നുള്ളതാണ്. പ്രയോഗങ്ങൾ പോലും എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ സുരക്ഷിതരാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ സുരക്ഷിതരാക്കണം, നമ്മളവരുടെ താഴെയുള്ള ആളുകൾ നമ്മളെങ്ങനെ കെയർ ചെയ്യണം. സുരക്ഷിതരാണ് എന്നുള്ള രാജ്യത്തെ ഓരോ പൗരൻ്റെയും സുരക്ഷ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഭരണഘടനയിലുള്ളതാണ്. ഭരണഘടനാപരമായ അവകാശമാണ്. ആ, അതിൽ ആരുടെയെങ്കിലും ആരും നമ്മൾ പണ്ട് പറഞ്ഞ പോലെ ആരും ഇതിൻ്റെ
വാപ്പയാവണ്ട, തന്തയാവണ്ടെന്ന്. എന്താവണ്ടെന്ന് പറയും. അതായത് അങ്ങനെ ബി ജെ പിക്കാർ ഇതിൻ്റെ സുരക്ഷ ഏറ്റെടുക്കണ്ട, ഇവിടുത്തെ സി പി എമ്മാർ ഏറ്റെടുക്കണ്ട, ആരും ഏറ്റെടുക്കണ്ട. ഇത് നമ്മുടെ ജന്മ അവകാശമാണ് സുരക്ഷിതരായിട്ടിരിക്കുക എന്നുള്ളത്. ആരുടെ? മനുഷ്യരുടെ. ഈ രാജ്യത്ത് ജനിച്ച ഓരോ മനുഷ്യരുടെ, അതിൽ ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറയുന്ന പ്രയോഗത്തിൽ തന്നെ കുഴപ്പങ്ങളുണ്ട്. പക്ഷേ നിലവിൽ ഒരു മുസ്ലിം പണ്ഡിതൻ അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ബി ജെ പി പരത്തുന്ന ഹെയ്റ്റിൻ്റെ ഒരു പ്രതിഫലനം എന്ന പോലെ ബി ജെ പിക്കെതിരെ ഹെയ്റ്റുണ്ട്. ആ ഹെയ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും കാന്തപുരത്തിനെതിരെ തിരിയുന്നത്. പക്ഷേ ഒരു പണ്ഡിത ധർമ്മം എന്നുള്ള നിലക്ക് അദ്ദേഹം നിർവഹിച്ച ദൗത്യം വലുതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ല, അതിന് റിസൾട്ട് ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത് നമ്മൾ കാത്തിരിക്കണം. അതാണ് അതിൻ്റെ ഒരു സംഗതി. ഇപ്പോൾ എ പി ഉസ്താദ് ഇതിനു മുമ്പും എന്താണ് ഇപ്പം നരേന്ദ്രമോദിയെ പോയി കണ്ടിട്ടുണ്ട്, ഇതേപോലെ നിവേദനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ റിസൾട്ട് എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അല്ല, ഇതിൽ ഞാൻ എൻ്റെ പോസ്റ്റ് ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഞാൻ പറഞ്ഞത് ഭരണഘടനാപരമായ സുരക്ഷ അത് നിലവിൽ ഈ രാജ്യത്തുണ്ട്. പക്ഷേ അതിനെ അട്ടിമറിക്കാൻ ഭരണഘടനയിൽ ഭേദഗതികൾ വരുന്നു, പിന്നെ വഖഫ് ബോർഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരുന്നു. വഖഫിൽ നിയമം നടപ്പിലാക്കി കഴിഞ്ഞു. കേരളത്തിലടക്കം നോൺ അത് മുസ്ലിംസ് അനുഭവിച്ചുകൊണ്ടിരിക്കും. വഖഫ് ബോർഡിൽ വന്നു കഴിഞ്ഞു. പക്ഷെ അതൊക്കെ ഈ നിവേദനത്തിൽ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പിന്നെ ഇങ്ങനത്തെയുള്ള സുരക്ഷ, അതായത് ന്യൂനപക്ഷ കമ്മീഷൻ പോലെയുള്ള സുരക്ഷകളുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ കാര്യം പിന്നെ വിദ്വേഷ പ്രസംഗങ്ങൾ, അപരവൽക്കരണം, അതുപോലെ തന്നെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ, പിന്നെ വംശഹത്യാ ഭീഷണി, ഇതൊക്കെ യാഥാർത്ഥ്യവുമാണ്. അപ്പോൾ ഇത് മുസ്ലിം പ്രശ്നമല്ല, അവിടെയാണ് എൻ്റെ പോയിൻറ്റ്. ഇത് മനുഷ്യാവകാശ പ്രശ്നമാണ്, ഇത് രാജ്യത്തിൻ്റെ ദേശീയ പ്രശ്നമാണ്. അതിനങ്ങനെ തന്നെ അഡ്രസ്സ് ചെയ്യണം. ഇതിൽ എ പി വിഭാഗത്തിന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് വേറൊരു സംഗതി. അവർ പ്രതിരോധത്തിലായ പോലെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രതികരിക്കുന്നത്. അപ്പോൾ അതിനൊരു ഉദാഹരണം നമ്മളെ ഈ ഏതോ മമ്പാട് സഖാഫിയോ അവരൊക്കെ അഹമ്മദ് സാഹിബും ഇ ടി മുഹമ്മദ് ബഷീർ എം പിയും നരേന്ദ്രമോദിക്ക് എന്തോ നിവേദനം കൊടുക്കുന്ന ഫോട്ടോ ഒക്കെ ഇട്ടിട്ടാണ് അവർ എന്താണ് അതിനെ ന്യായീകരിക്കുന്നതൊക്കെ. അവർ എം പിമാരാണ്, അവർ പ്രധാനമന്ത്രിയെ പോയി കാണുന്ന പോലെയാണോ ഈ അല്ല, ഒരു മതപണ്ഡിതൻ പോയി കാണുന്നതും? അതേപോലെ വേറൊരു സോഷ്യൽ മീഡിയയിലെ ഒരു സ്റ്റാർ അവർ പറഞ്ഞത് ഏറ്റവും വലിയ ജിഹാദ് രാജാവിന് മുമ്പ് സത്യം പറയലാണ്, രാജാവിന് മുമ്പിൽ സത്യം പറയലാണ് എന്നൊക്കെ. സത്യത്തിൽ അക്രമിയായ രാജാവിന് മുമ്പിൽ എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള. അക്രമി എന്ന് പറയാൻ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. അതെ. അല്ല, ഞാൻ പറയുന്നത് ഇതൊക്കെ ഞാനിതിൻ്റെ എന്താണ് ഈ വൈകാരികതകൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഈ വൈകാരികതകളുടെ കൂടെ നിന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്, വൈചാരികമായിട്ട് മാത്രമാണ്. അവിടെ നമ്മൾ ഈ ജനവിഭാഗങ്ങളൊക്കെ അക്രമത്തിന് വിധേയരാകുന്നു എന്ന വസ്തുതകൾ സമ്മതിച്ചുകൊണ്ട് തന്നെ അതിനെതിരായിട്ടുള്ള പ്രതിരോധം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു 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 ചർച്ചയാണ് ഞാൻ ഉയർത്തുന്നത്. അതായത് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ നിയമപരമായി സുരക്ഷയുണ്ട്. ഇവിടെ സംഘപരിവാർ ചെയ്യുന്നത് ഭീതി വ്യാപാരവും അതുപോലെ തന്നെ അരക്ഷിത ബോധം സൃഷ്ടിക്കലുമാണ്. അതായത് ഇവിടെ എല്ലാം കൂടെ മുസ്ലിങ്ങൾ വിഴുങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുസ്ലിങ്ങൾ അധിനിവേശം നടത്തി, ഇനി ഭാവി ഇതൊരു മുസ്ലിം രാജ്യമാകും. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഇതേ നാണയം കൊണ്ട് നേരിടാൻ കഴിയില്ല. പിന്നെ ഈ വംശഹത്യ, അതായത് എല്ലാ മുസ്ലിങ്ങളെ കൊല്ലുക, അങ്ങനെ ഒരു സംഗതി ഇല്ല. അവരുടെ ഉദ്ദേശം കൾച്ചറൽ കില്ലിംഗ് ആണ്. അതായത് പിന്നെ മുസ്ലിങ്ങളെയൊക്കെ ദേശീയ മുഖ്യധാരയുടെ ഭാഗമാക്കുക, അല്ലെങ്കിൽ ഹിന്ദുത്വ ദേശീയതയുടെ ഭാഗമാക്കുക, അബ്ദുള്ള കുട്ടിമാരാണ്. അങ്ങനെ ആക്കുക. ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ ഞാൻ പറയുന്നത് അവിടെയാണ് പ്രധാന പോയിന്റ്. അതായത് ഇനി എങ്ങനെ ഇ ഡിയുടെ നോട്ടീസ് വന്നോ എന്നുള്ളത് വഴിയേ അറിയാൻ പറ്റും. അതൊക്കെ പൊളിറ്റിക്സ് ആണ്, അത് വേറെ കാര്യം. ഞാൻ പറയുന്നത് ഇതിൻ്റെ ആസ് എ മുസ്ലിം എന്നുള്ള നിലക്ക് ഐഡൻറ്റിറ്റി മുന്നിൽ വെച്ചുകൊണ്ട്, ഈ താടിയും തലപ്പാവും വെച്ചുകൊണ്ട് പിന്നെ കൾച്ചറൽ കില്ലിംഗ് പിന്നെ അജണ്ടയാക്കിയ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ പോയിട്ട് ഞങ്ങൾക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട് എന്ന് ഒരു പണ്ഡിതൻ പറയുന്നു എന്നുള്ളതിൻ്റെ പോസിറ്റിവിറ്റിയെ നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതായത് അതിനകത്ത് വേറെ യാതൊന്നുമില്ല. മറ്റൊന്ന്, പേടിക്കേണ്ടതില്ല. അതായത് ഈ സുരക്ഷിതത്വ ബോധം കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടെ പണ്ഡിതന്മാർക്കും ലീഡർഷിപ്പിനുണ്ട്. ആർക്ക്? ഇവിടുത്തെ മൈനോറിറ്റിക്ക്. അതെങ്ങനെയാണ് കൊടുക്കേണ്ടത്? പേടിപ്പിച്ചിട്ടല്ല, അവർക്ക് പ്രതീക്ഷ കൊടുത്തിട്ടാണ്. ഞാനൊരു പ്രതീക്ഷാവാദിയാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതായത് അവർക്ക് ഏത് RSS വന്നാലും ഏത് BJP വന്നാലും നിങ്ങളുടെ ഐഡൻറ്റിറ്റി പിന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ അന്തസ്സോടുകൂടെ ഈ രാജ്യത്ത് ജീവിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്, നിങ്ങൾക്കതിന് കഴിയും, പേടിക്കേണ്ടതില്ല എന്നൊരു മെസ്സേജ് കൂടി ഇവിടെ പോകുന്നുണ്ട്. അപ്പോൾ അതിനെ
ആ ഒരു സെൻസിലാണ് അതിനെടുക്കേണ്ടത് എന്നതാണ് എൻ്റെ നമുക്ക് ഈ ടേക്ക്. മുമ്പ് കേരളത്തിലായാലും ഈ ബി.ജെ.പി. ലീഡേഴ്സിനായിട്ടൊക്കെ ഒരു ടോക്കിംഗ് ടേംസ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടായിരുന്നു. ഈയിടെയായിട്ടാണ് അത് ഇല്ലാതായത്. ഇല്ലാതാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ നോർത്തിലെ ഈ മുസ്ലിം അതെ, അതെ. വേട്ടകളും പുതിയ പുതിയ കരി നിയമങ്ങളും ഇപ്പം ഈവൻ ഈ നമ്മുടെ ഈ CAA പൗരത്വ നിയമത്തിന് ശേഷമാണ് അതൊന്ന് രൂക്ഷമായി മാറിയത്. കാരണം നാടുകടത്തും പൗരത്വം തെളിയിക്കേണ്ടി വരും എന്നൊക്കെ ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് ആ ഒരു ടോക്കിംഗ് ടേംസ് നഷ്ടപ്പെട്ടത്. എന്നാൽ ഈവൻ ഏറ്റവും അവസാന സമസ്ത സമ്മേളനത്തിൽ വരെ നമ്മുടെ ശ്രീധരൻപിള്ള ക്ഷണിതാവായി അതെ, പങ്കെടുത്തു. അതെ. അതിനവർ അവരുടേതായ ന്യായീകരണങ്ങൾ പറഞ്ഞു. അവരാണിപ്പോൾ എ പി ഉസ്താദിനെ കളിയാക്കുന്നതെന്നുള്ളത് വേറൊരു സംഗതി. അപ്പം അങ്ങനെ ആ ഒരു ടോക്കിംഗ് ടേംസ് നിലനിൽക്കേണ്ടത് തന്നെയല്ലേ? അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതെ, അതായത് ഇതൊക്കെ പച്ച മനുഷ്യരാണ്. ഏത് ബി.ജെ.പി. ആണെങ്കിലും, ഏത് ആർ.എസ്.എസ്. ആണെങ്കിലും, ഏത് പിന്നെ മുസ്ലിം ആണെങ്കിലും മനുഷ്യരാണ്. ഇപ്പോൾ കാന്തപുരത്തിൻ്റെ യാത്രയുടെ ടൈറ്റിൽ മനുഷ്യർക്കൊപ്പം എന്നാണ്. ഇത് നല്ലൊരു ടൈറ്റിലാണ്. പക്ഷെ സംഘികളെ മനുഷ്യരായി കാണരുതെന്നാണ്. അല്ല, അതല്ല ഞാൻ പറയുന്നത്. ഈ മനുഷ്യർ തമ്മിലുള്ള ഒരു ഫ്രട്ടേണിറ്റി, ആ ഫ്രട്ടേണിറ്റി നിലനിൽക്കുമ്പോൾ മാത്രമേ ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാവുള്ളൂ. ആ സമാധാനത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ മുസ്ലിമിനും ഹിന്ദുവിനും ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ബോംബ് പൊട്ടിയാൽ, ഇവിടെ ഒരു കലാപം ഉണ്ടായാൽ അതിൻ്റെ അനന്തരഫലം അനുഭവിക്കാൻ പോകുന്നത് രാജ്യത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല. ഇവിടെ കച്ചവടം നടത്തുന്ന എല്ലാവരും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. കച്ചവടം നടത്തുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ, അതായത് എല്ലാവരുടെയും ആശയങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും സംഘപരിവാറിൻ്റെ ശത്രു പട്ടികയിലെ പ്രധാനപ്പെട്ട വിഭാഗമാണ് എന്ന തിരിച്ചറിവ് ഇവിടെ കാന്തപുരം ഉൾപ്പെടെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ പ്രധാനമന്ത്രി നമുക്ക് ഒന്നേ ഉള്ളൂ, രണ്ടാമതൊരാളില്ല. അപ്പോൾ പ്രധാനമന്ത്രി സംഘപരിവാറിൻ്റെ ആളാണ് എന്ന് കരുതി പ്രധാനമന്ത്രിയോട് പറയേണ്ടത് വേറൊരാളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് അതെ. വളരെ ക്ലിയറാണ്. അതെ, അതെ. അപ്പോൾ പ്രധാനമന്ത്രിയോട് പറയേണ്ടത് പ്രധാനമന്ത്രിയോട് പറയുന്നു. അദ്ദേഹം അത് കേൾക്കുന്നോ അനുസരിക്കുന്നോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷെ പറയാനുള്ളത് പറയുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കണം, എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് എൻ്റെ ടേക്ക്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കാന്തപുരം ഉസ്താദ് പ്രധാനമന്ത്രിയോട് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി നടപ്പിലാവട്ടെ. യെസ്. ഭാവിയിലെങ്കിലും മുസ്ലിങ്ങൾ തോതിൽ സുരക്ഷിതരായിട്ട് അവരുടെ മതം പ്രചരിപ്പിക്കാനും അവർക്ക് എഡ്യൂക്കേഷനും അവർക്ക് റൈറ്റ് ടു ഫുഡ്, ഇഷ്ടപ്പെട്ടത് കഴിക്കാനും ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാനുമുള്ള രൂപത്തിലുള്ള ഒരു പൂർണ്ണ സുരക്ഷിതത്വം, പൂർണ്ണ ഫ്രീഡവും മുസ്ലിങ്ങൾക്ക് ഭാവിയിൽ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. താങ്ക് യു. നല്ലത് വരട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. താങ്ക് യു.